വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ടാൽ പൂർണ്ണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത്പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം അഷ്ടാവിംശോധ്യായ 28ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച. ഏകാദശ്യം നിരാഹാര സമഭ്യർച്ച്യ ജനാർദ്ദനം സ്നാതും നന്ദസ്തു കാളിന്ദ്യ ദ്വാദശ്യം ജലമാവിശൽ. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ഒരിക്കൽ നന്ദഗോപര് ഏകാദശ്യാം നിരാഹാര ജനാർദ്ദനം സമഭ്യർച്ച്യ, ഏകാദശി വ്രതം നോറ്റിട്ട് ഉപവാസം അനുഷ്ഠിച്ചിട്ട് ശ്രീ മഹാവിഷ്ണുവിനെ നന്നായിട്ട് ആരാധിച്ചിട്ട് ദ്വാദശി ദിവസം സ്നാതും കാളിന്ദ്യാജലം ആവിശൽ, രാവിലെ ദ്വാദശി ദിവസം രാവിലെ സ്നാനത്തിനായി യമുനാ നദിയിലെ ജലത്തിൽ ഇറങ്ങി. തം ഗൃഹീത്വാനയൽ ഭൃത്യോ വരുണസ്യാസുരോന്തികം അവിജ്ഞായ ആസുരിം വേലം പ്രവിഷ്ടമുദകം നിശി. അദ്ദേഹം രാവിലെ എന്നും പറഞ്ഞു പോയിട്ട് ആ രാത്രിയാണ്, ആസുരി വേളയിലാണ് അദ്ദേഹം കുളിക്കാൻ പോയത് നന്ദഗോപുരം. അപ്പോൾ നിശി ആസുരീം വേലാം അവിജ്ഞായ ഉദകം പ്രവിഷ്ടം, അതായത് രാത്രി കാലത്ത് അസുരസഞ്ചാരമുള്ള ആ സമയമാണെന്ന് അറിയാണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള നന്ദഗോപരെ വരുണസ്യ ഭൃത്യ അസുര, വരുണന്റെ ഭൃത്യനായിട്ടുള്ള അസുരൻ ഗൃഹീത്വ അന്തികം അനയൽ, ആ നന്ദഗോപരെ പിടിച്ചുകൊണ്ട് പോയിട്ട് വരുണന്റെ സമീപത്ത് കൊണ്ടാക്കി. ചുക്രുസുസ്തം അപശ്യന്ത കൃഷ്ണരാമേതി ഗോപക ഭഗവം തതുപശ്രുത്യ പിതരം വരുണാഹൃതം തദന്തികം ഗതോ രാജൻ സ്വാനാം അവയതോ വിഭൂ. പരീക്ഷിത്തെ തം അവശ്യന്ത, നന്ദഗോപരെ കാണാതായ ഗോപന്മാര് കൃഷ്ണാരാമ ഇത് ചുക്രുശു, കൃഷ്ണാരാമ എന്ന് വിളിച്ച് ഉറക്കെ നിലവിളിച്ചു. സ്വാനാം അഭയത, അങ്ങനെ തൻ്റെ സ്വന്തക്കാരായവരുടെ എല്ലാ ഭയത്തെ അകറ്റുന്നവനും വിഭു മഹാപ്രഭാവശാലിയുമായിട്ടുള്ള ഭഗവാൻ ആകട്ടെ തൽ ഉപശ്രുത്യ, അത് കേട്ടിട്ട് പിതരം വരുണാഹൃതം, അതായത് ആ അച്ഛനെ വരുണനാണ് അപഹരിച്ചതെന്ന് മനസ്സിലാക്കി തത് അന്തികം ഗത, അദ്ദേഹത്തിന്റെ സമീപത്തേക്കാണ് യാത്രയായി. പ്രാപ്തം വീക്ഷ്യം ലോകപാല സവല്യയാ മഹത്യാ പൂജയിത്വാ തദ്ദർശനമഹോത്സവ. ഭഗവാൻ ആ വരുണന്റെ ലോകത്തിലേക്കാണ് ചെന്നപ്പോഴോ ഋഷികേശം പ്രാപ്തം, ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ അധീശനായിട്ടുള്ള ഭഗവാനെ വന്നവനായിട്ട് കണ്ടിട്ട് തദ്ദർശന മഹോത്സവ, അദ്ദേഹത്തെ കാണുകയുണ്ടായിട്ടുള്ള വലിയ സന്തോഷത്തോടു കൂടിയിട്ട് ലോകപാലൻ ഇവിടെ വരുണദേവൻ മഹത്യാ സവല്യയാ പൂജയിത്വ ആഹാ, വളരെ കേമായിട്ടുള്ള രീതിയിൽ പൂജാദ്രവ്യങ്ങളാൽ അത് ഭഗവാനെ ആരാധിച്ചിട്ട് ഇപ്രകാരം ഭഗവാനോട് ഉണർത്തിച്ചു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, ഇന്ദ്രനും ലോകപാലനാണ്, വരുണനും ലോകപാലനാണ്. രണ്ടുപേരും ഇന്ദ്രൻ ഭഗവാനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്ത്, എന്നിട്ടോ ആ പരാജയപ്പെട്ടു. നേരെ മറിച്ച് വരുണൻ എന്താണ് ചെയ്തത്, തൻ്റെ ഭൃത്യൻ ആണ് അപരാധം ചെയ്തത്. അതിനെ സ്വയം ഏറ്റെടുത്ത് ക്ഷമാപണം ചെയ്യാണ് വരുണൻ ഇവിടെ ചെയ്യണം. വരുണ ഉവാച ആദ്യമേ നിവൃതോ ദേഹോ അദ്യൈർവാർത്ഥോ അധിഗത പ്രഭോ ത്വൽപാദപാജോ ഭഗവൻ അവാപു പാരമധ്വന നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനെ നയത്ര സൂയതേ മായ ലോകസൃഷ്ടിവികൽപ്പന അജാനതാ മാമകേന മൂഢേനാകാര്യവേദിന ആനീതോയം തവ പിതാ തദ്ഭവൻ ക്ഷന്തുമർഹതി മമപ്യനുഗ്രഹം കൃഷ്ണ കർത്തുമർഹസ്യ ശേഷദൃക് ഗോവിന്ദ നീയതാമേഷ പിതാതേ പിതൃവത്സല.
എന്താണ് വരുണൻ ഭഗവാനെ സ്തുതിക്കണത്? പ്രഭുവായിട്ടുള്ള അങ്ങയുടെ ആ ദർശനം കൊണ്ട് ഇപ്പോഴാ എൻ്റെ ഈ ശരീരം സ്വീകരിച്ച ആ അവസ്ഥ ഉണ്ടല്ലോ, അത് സഫലമായി, എൻ്റെ ജന്മം സഫലമായി തീർന്നു, പുരുഷാർത്ഥവും കൈവന്നു, ജന്മസാഫല്യം കൈവരിച്ചു എന്നാണ് പറയണത് വരുണൻ. അങ്ങയുടെ ആ പാദസേവകർക്ക് മാത്രമേ ഈ സംസാര മാർഗത്തിൻ്റെ അന്ത്യമായിട്ടുള്ള അങ്ങയെ പ്രാപിക്കാൻ കഴിയൂ. സാക്ഷാൽ ബ്രഹ്മസ്വരൂപിയും ഭഗവാനുമായിട്ടുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ഇങ്ങനെ നാനാതരത്തിലുള്ള ലോകസൃഷ്ടി നടത്തുന്ന മായയ്ക്ക് അങ്ങയിൽ സ്വാധീനം ഒന്നുമില്ല. കാരണം അങ്ങ് മായാതീതനാണ്. പിന്നെ മൂടന് അവിവേകിയായിട്ടുള്ള എൻ്റെ ഒരു ഭൃത്യൻ അങ്ങയുടെ പിതാവിനെ ഇവിടേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നുള്ളത് അങ്ങ് ഓർക്കണം. എൻ്റെ തെറ്റായിട്ട് മനിച്ചിട്ട് ഞാൻ അങ്ങയുടെ ക്ഷമാപണം അഭ്യർത്ഥിക്കണു എന്ന് പറയുകയാണ്. സർവസാക്ഷിയായിട്ട് നമ്മെയും അനുഗ്രഹിക്കണേ, ഒപ്പം തന്നെ അല്ലയോ ഗോവിന്ദ, അങ്ങയുടെ പിതാവിതാ കൂട്ടിക്കൊണ്ടു പോയാലും എന്നൊക്കെയാണ് പറയുകയാണ്. സർവസാക്ഷിയായ അങ്ങ് നമ്മെയും അനുഗ്രഹിക്കണേ എന്നുണ്ട്. അതായത് അശേഷദൃക് എന്നുള്ളതിനാണ് ഈ സർവസാക്ഷി എന്നുള്ള ആ വാക്ക് കൊടുത്തിരിക്കുന്നത്. എല്ലാം അറിയുന്നതായിട്ടുള്ള അങ്ങ് എന്നോട് പൊറുക്കും ചെയ്യണം, എന്നെ അനുഗ്രഹിക്കും വേണം എന്നൊക്കെയാണ് പറയണത്. ഗോവിന്ദ എന്ന് വിളിച്ചതുകൊണ്ട് ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിച്ചത് വരുണം മനസ്സിലാക്കിയതിനും കൂടിയിട്ട് ഇവിടെ വരണമെന്നാണ്. ഈ വൃത്തിയുടെ അപരാധത്തിന് സ്വാമിക്ക് ചുമതലയുണ്ടെന്നും ഇത് പണ്ട് ദ്വിതീയ സ്കന്ധത്തിൽ ഭഗവാൻ തന്നെ സനകാദികളോട് പറഞ്ഞിട്ടുണ്ട്. ആ ജയവിജയന്മാർ ആ ഭവാന്മാരോട് ചെയ്തിട്ടുള്ള ഈ അക്രമം അത് ഞാൻ ചെയ്ത തെറ്റുമാതിരിയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീശുഗോവാച ഏവം പ്രസാദിത കൃഷ്ണോ ഭഗവാനീശ്വരേശ്വര ആദായാകൽ സ്വവിതരം ബന്ധൂനാം ചാവഹന്മുദം നന്ദസ്തുതി ഇന്ദ്രിയം ദൃഷ്ട്വാ ലോകപാലമഹോദയം കൃഷ്ണേ ച സന്നദിം തേഷം ജ്ഞാതിഭ്യോ വിസ്മിതോ ബ്രവീൽ തേ തൗത്സുഖ്യതിയോ രാജൻ മത്വാ ഗോവാസ്തമീശ്വരം അവിനസ്വഗതിം സൂക്ഷ്മം ഉപാദാസ്യതീശ്വര. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ഇങ്ങനെ എന്താണ് ഭഗവാൻ ഈശ്വരേശ്വര മഹാദേവന് പോലും ഈശ്വരനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുണിൽ പ്രസാദിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ടോ തൻ്റെ പിതാവിനെയും കൂട്ടി ഗോകുലത്തിലേക്ക് മടങ്ങി വരും ചെയ്തു. എന്നിട്ടോ ആ ബന്ധുവർഗത്തിന് സന്തോഷമായി, തൻ്റെ ഗോകുലത്തിലെ എല്ലാവർക്കും സന്തോഷമായി. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയഭൂതമല്ലാത്ത സാധാരണ ആൾക്കാർക്ക് വിഷയഭൂതമല്ലാത്ത ആ വരുണൻ്റെ ആ ലോകത്തിലെ ഐശ്വര്യവും ഒക്കെ എന്ന് മാത്രമല്ല ആ വരുണനോട് തൻ്റെ പുത്രനായുള്ള ശ്രീകൃഷ്ണനോടുള്ള വിനയമൊക്കെ കണ്ട് അത്ഭുതത്തോടു കൂടിയിട്ട് നന്ദഗോപുരം ആ കഥകളെല്ലാം ഇവിടെ ഒന്നങ്ങനെ വിസ്തരിച്ചങ്ങനെ പറയാൻ തുടങ്ങി. ഇത് കേട്ടുള്ള ഗോപന്മാരുണ്ടല്ലോ, ഭഗവാൻ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ഉറപ്പിച്ചു. എന്നിട്ടോ തൻ്റെ ആ രഹസ്യമായിട്ടുള്ള വിഭൂതികളെ തങ്ങൾക്ക് ഒന്ന് വെളിവാക്കി തരണേ എന്ന് അവർ ഔത്സ്യത്തോടു കൂടിയിട്ട് ഔത്സുക്യത്തോടെ അവരങ്ങനെ ഭഗവാന്റെ കൂടെ കണ്ട് നിന്നു എന്ന് പറയുകയാണ്. എന്താണ് ഇതി സ്വാനം സഭഗവാൻ വിജ്ഞായാഖിലദൃക്സ്വയം സങ്കല്പസിദ്ധയേതിഷം കൃപയൈതദചിന്തയൽ. അങ്ങനെ അവരുടെ ഉള്ളിൽ വിചാരിച്ചതേ ഉള്ളൂ. അതായത് നന്ദഗോപർക്കൊക്കെ കാണിച്ചു കൊടുത്തു, കൃഷ്ണൻ അച്ഛനല്ലേ, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണിച്ചു തരുമോ അങ്ങനെ അവരുടെ ഉള്ളിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും അവരുടെ ആ വിജ്ഞായ അഖിലദൃക് സ്വയം ഭഗവാൻ സ്വയം അത് മനസ്സിലാക്കി. എന്നിട്ടോ അവരുടെ സങ്കല്പസിദ്ധയെ അവരുടെ സങ്കല്പങ്ങൾക്കൊക്കെ സിദ്ധി വരുത്താൻ വേണ്ടിയിട്ട് കാരുണ്യത്തോടെ ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു. ജനോ വൈ ലോക ഏതസ്മിൻ അവിദ്യാ കാമകർമ്മഭി ഉച്ചാവജാസുഗതിഷു നവേദസ്വാം ഗതിം ഭ്രമൻ ഇതി സഞ്ചിന്യ ഭഗവാൻ മഹാകാരുണികോ ഹരി ദർശയാമാസ ലോകം സ്വം ഗോപാനം തമസപ്പരം. എന്താണ് ഭഗവാൻ ചിന്തിച്ചത്? ഈ ലോകത്തിൽ അജ്ഞാനത്തിൽ അങ്ങനെ മുഴുകിയിട്ട് അതിന്ന് ഉടലെടുത്തായുള്ള കാമ്യകർമ്മങ്ങളിൽ അങ്ങനെ വ്യാപൃതരായിട്ട് ഈ ഉച്ചനീചത്തുള്ള ഓരോ കാര്യങ്ങളിൽ അങ്ങനെ മുഴുകിയരായിട്ട് തങ്ങളുടെ ആധ്യാത്മിക ഗതി എന്താണെന്ന് ആരും അറിയണില്ല എന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ട് അവരെ എല്ലാവരെയും ആ അജ്ഞാനാന്ധകാരത്തിൻ്റെ മറുവശത്തിരിക്കുന്ന ആ തൻ്റെ സച്ചിദാനന്ദ സ്വരൂപത്തെയും വൈകുണ്ഠ ലോകത്തെയും ഒക്കെ കാണിച്ചു കൊടുത്തു എന്ന് പറയുകയാണ്. ദർശയാമാസ ലോകം സ്വം ഗോപാനം തമസപ്പരം. ആ അജ്ഞാനത്തിന് അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് പുറത്താണ് ഈ വൈകുണ്ഠലോകം, അത് കാണിച്ചു കൊടുത്തു. സത്യം ജ്ഞാനമനന്തം യൽ ബ്രഹ്മജ്യോതി സനാതനം യൽ ഹി പശ്യന്തി മുനയോ ഗുണാപായേ സമാഹിത
ഏതാണ് അവർ കണ്ടത്? ആ ലോകം സമാഹിത മുനയ, നല്ല സമാധിയെ പ്രാപിച്ചുള്ള മനനശീലന്മാരായിട്ടുള്ള മുനിമാര് ഗുണാപായെ, ഈ പ്രാകൃത ഗുണങ്ങളൊക്കെ നീങ്ങിക്കഴിയുന്ന സമയത്ത് യൽ പശ്യന്തി, യാതൊന്നിനെ സാക്ഷാത്കരിക്കുന്നുവോ ആ സത്യം ജ്ഞാനം അനന്തം, അതാണ് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം. സത്യജ്ഞാന അനന്തം ആയിട്ടുള്ള സനാതനം നിത്യമായതുമായിട്ടുള്ള ജ്യോതി, സ്വയം പ്രകാശമായതും യൽ ഹി ഉള്ളത് യാതൊന്നാണോ ആ ബ്രഹ്മത്തിനെ ദർശയാമാസ, സച്ചിദാനന്ദ തന്നെ ബ്രഹ്മസ്വരൂപമാണ് അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്തത്. അത് തേതു ബ്രഹ്മഹൃദം നീതാ മഗ്ന കൃഷ്ണേന ചോദ്ധൃത ദദൃശു ബ്രഹ്മണോ ലോകം എത്ര അക്രൂരോദ്യകൾ പുരാ കൃഷ്ണേന തേതു ബ്രഹ്മഹൃദം നീത. ഇപ്രകാരം ഭഗവാനാൽ അവരാകട്ടെ ഈ ബ്രഹ്മഹൃദം എന്നുള്ള യമുനയിലേക്ക് കയത്തിലേക്ക് നയിക്കപ്പെട്ടിട്ട് മഗ്ന അതിൽ മുങ്ങിച്ചിട്ട് ഉദ്ധൃതാജ എഴുന്നേൽപ്പിക്കപ്പെട്ടവരുമായിട്ട് ബ്രഹ്മണ ലോകം ദർശിച്ചു, ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തെയാണ് ദർശിച്ചത്. പുരാ എത്ര അക്രൂര അദ്യകാൽ, മുമ്പ് എവിടെയാണോ അക്രൂരനും ഈ വൈകുണ്ഠം ദർശിച്ചത് അവിടത്തെ അതുമാതിരി തന്നെയാണ്, അവിടെ തന്നെയാണ് ഇത് കണ്ടത് എന്ന് പറയുകയാണ്. അക്രൂരനും യമുനാ നദിയിൽ കുടിക്കുന്ന സമയത്താണ് ആ ഭഗവാൻ തൻ്റെ രൂപം കാണിച്ചു കൊടുക്കുക. അതിൻ്റെ കഥയിൽ വരാൻ പോണേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആ ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്ന സമയത്തേക്ക് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം. നന്ദാദയസ്തുതം ദൃഷ്ട്വാ പരമാനന്ദ നിർവൃത കൃഷ്ണം ച തത്ര ഛന്ദോഭി സ്തുയമാനം സുവിസ്മിത. അവരവിടെ കണ്ടത് എങ്ങനെയാണ്? നന്ദാദയും നന്ദഗോപുരം തുടങ്ങിയിട്ടുള്ള എല്ലാവരും ആ ലോകത്തെയും തത്ര അവിടെ ഛന്ദോഭി സ്തൂയമാനം വേദസൂക്തങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന കൃഷ്ണം ച, തങ്ങളുടെ കൃഷ്ണനെ തന്നെയാണ് വേദങ്ങൾ പ്രവർത്തിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപിയായിട്ട് മഹാവിഷ്ണു സ്വരൂപത്തിൽ ദൃഷ്ടുവ കണ്ടിട്ട് പരമാനന്ദ നിർവൃതരായി സുവിസ്മിത അത്യത്ഭുത സ്തബ്ധരായിട്ട് അങ്ങനെ കഴിഞ്ഞു പറയുകയാണ്. എന്നിട്ടോ പുറത്ത് വന്ന് ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴും അവർ അതേ കൃഷ്ണനെ തന്നെയാണ് അവർക്ക് കണ്ടത്. അപ്പം മനസ്സിലായി തങ്ങളുടെ ഈ കൃഷ്ണനാണ് അടാകത്ത് സ്തുതിക്കപ്പെടുന്ന മഹാവിഷ്ണു എന്ന് അവർക്ക് ബോധ്യമായി. ഇപ്രകാരം ഗോപന്മാർക്ക് ഈ വൈകുണ്ഠം കാണിച്ചതിനും അവർക്ക് ശ്രീകൃഷ്ണൻ പരബ്രഹ്മസ്വരൂപിയാണെന്ന് ബോധ്യപ്പെടുത്തിയതും എല്ലാവരും നന്നായിട്ട് ഓർക്കണം. കാരണം ഇനിയാണ് പഞ്ചാധ്യായി എന്ന് പറഞ്ഞുള്ള ആ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള 5 അധ്യായങ്ങൾ വരാൻ പോണ രാസക്രീഡയുടെ ആരംഭമാണത്. അതായത് ഈ രാസക്രീഡയിൽ ഗോപികമാരോടൊത്ത് ലീല ചെയ്ത ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപിയാണെന്നുള്ള ദൃഢഭാവത്തോടെ ഇനി വരുന്ന ഭാഗങ്ങൾ വിലയിരുത്തണമെന്നാണ് ശ്രീശുഖബ്രഹ്മർഷിയുടെ നിർദ്ദേശം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അഷ്ടാവിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.